ഒരു സ്കൂട്ടർ എടുക്കുന്ന പൈസക്ക് AC ഉള്ള ഒരു മാരുതി കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഒരു ടെൻഷൻ വേണ്ട, 5 കൊല്ലത്ത് പുതിയ പേപ്പറും ഉണ്ട്. 5 കൊല്ലത്ത് പുതിയ പേപ്പർ. എങ്ങനെയായിരുന്നു ഇത് മോഡൽ കാര്യങ്ങൾ? 2005 വണ്ടി. 2030 വരെ നമ്മൾ പുതിയ പേപ്പർ ഇട്ടുണ്ട്. ഓക്കെ. AC ഒക്കെ നല്ല ചിൽഡ് AC വർക്കിംഗ് ആണ്. വണ്ടിക്ക് വേറെ അപാകതകളൊന്നും ഇല്ല, റീപ്ലേസ്മെന്റും ഇല്ലാട്ടാ, ഒന്നും മാറിയില്ല. ടയറൊക്കെ മെക്കാനിക് ഒക്കെ ഫുൾ ആണ്. മെക്കാനിക്കും നിങ്ങൾ ഒന്നും കൊണ്ടുപോയി ഒന്നും ചെയ്യേണ്ടി വരില്ല. ഫ്രണ്ടില് പ്ലാറ്റ്ഫോമിന്റെ ഒരു ചെറിയൊരു തുരുമ്പുണ്ടെങ്കിൽ കൊണ്ടുപോയി ശരിയാക്കാൻ പറ്റുമോ? ഓക്കെ. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങള്? വേറെ ഒന്നുമില്ല. എത്ര ഇത് ആസ്ക് ചെയ്യണേ? 60 രൂപ കൊടുക്കാം. 60 രൂപ കൊടുക്കാം. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മുടെ റോയൽസ് മാറഞ്ചേരിയിലാണ്. റാഷിദ് ഭായ് ആണ് ഇതിന്റെ ഓണറാണ് എന്നോടൊപ്പം ഉള്ളത്. എന്തൊക്കെയുണ്ട് റാഷിദ് ഭായ്? സുഖല്ലേ? സ്റ്റോക്ക് ഇപ്പൊ പുതിയത് കയറിയിട്ടുണ്ട്, അപ്പൊ അതും കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം പ്രേക്ഷകർക്ക്. ഒരുപാട് ചെറുവണ്ടികൾ, SUV ടൈപ്പ്, സെഡാന്, 7 സീറ്റർ ഒക്കെ ഉണ്ടല്ലേ? ഒക്കെ ജനപ്രിയ വണ്ടികളാണ്. നല്ല അടിപൊളി വണ്ടികൾ അല്ലെ? വണ്ടികൾ നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ? ഒന്ന് നോക്കാല്ലോ, കാരണം ചിമ്മിറ്റ് കൊണ്ടുപോവാ അല്ലെ? പിന്നെ ഗ്യാരണ്ടി വാറണ്ടി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ചെക്കിംഗ് ഗ്യാരണ്ടിയോ? ചെക്കിംഗ് ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെ മോഡൽ കൂടിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാറണ്ടി കൊടുക്കാൻ പറ്റൂലേ? ഓക്കെ. അപ്പോ പിന്നെ എങ്ങനെയാണ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? ലൊക്കേഷൻ പൊന്നാനി ഗുരുവായൂർ റോഡില് മാറഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം. മാറഞ്ചേരി, പ്രോപ്പർ മാറഞ്ചേരിയാണ്. അപ്പോ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ, അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, ലൊക്കേഷൻ, ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ മൂപ്പര നമ്പർ വീഡിയോയിലുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോ വണ്ടി കാണിച്ചു കൊടുക്കാം നമുക്ക്. നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്കൊരു ജനപ്രിയ വണ്ടിയിൽ തുടങ്ങാം. സ്വിഫ്റ്റ് കാറാണ്, ഡീസൽ അല്ല? അതെ. എങ്ങനെയാണ് ബ്രോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് 2007 മോഡൽ വണ്ടി. 7 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, ഒരേ ഒരു ഓണർ. സിംഗിൾ ഇതുവരെ ഒരേ ഓണർ. 1,40,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആകെ ഓടിയിട്ടില്ലേ? ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് ആയിട്ട് വണ്ടി ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും മാറിയിട്ടില്ല. അല്ല, ഇത് എത്ര പേപ്പർ എത്ര വരെ ഉള്ളത്? 27 ലാസ്റ്റ് വരെ ഉണ്ട്. 27 ലാസ്റ്റ് വരെ ഉണ്ട് പേപ്പർ ഉണ്ട്. ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും, ഒരു ക്വാർട്ടർ ഗ്ലാസിന്റെ കഷ്ണം പോലും മാറിയില്ല. അമ്മാരി വണ്ടി ചെലവാക്കാനില്ല. നല്ല ക്വാളിറ്റി വണ്ടി. ഇന്റീരിയർ നീറ്റ്, എക്സ്റ്റീരിയർ നീറ്റ്, മെക്കാനിക് കംപ്ലീറ്റ്, ഫുൾ ഫിറ്റ് വണ്ടി. ഫുൾ ഫിറ്റ് 2007 മോഡൽ VDI വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 1,47,000 46,000 കിലോമീറ്റർ. അത് ജെനുവിൻ കിലോമീറ്റർ, ടൈമിംഗ് ചെയിൻ കാര്യങ്ങൾ, മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടി. അതെ, ഉഷാർ വണ്ടി. ഓയിൽ പോലും മാറ്റാനുണ്ടാവില്ല. ഓടിക്കോ, എടുക്കുന്ന ആൾക്ക് എണ്ണ അടിക്കാൻ ഓടാം, അത്രേ പണിയുള്ളൂ. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? 1,50,000 രൂപയ്ക്ക് കൊടുക്കാം. 1,50,000 കൊടുക്കാം. 2007 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും മാറാത്ത ഹൈ വണ്ടി. ഹൈ ക്വാളിറ്റി. അതെ, ഒന്നും നോക്കാനല്ല, കണ്ണ് ചിമ്മിട്ട് എടുക്കാം. അത്രയ്ക്ക് പക്ക. ഒരു സ്കൂട്ടർ എടുക്കുന്ന പൈസക്ക് AC ഉള്ള ഒരു മാരുതി കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഒരു ടെൻഷൻ വേണ്ട, 5 കൊല്ലത്ത് പുതിയ പേപ്പറും ഉണ്ട്. 5 കൊല്ലത്ത് പുതിയ പേപ്പർ. എങ്ങനെയായിരുന്നു ഇത് മോഡൽ കാര്യങ്ങൾ? 2005 വണ്ടി. 2030 വരെ നമ്മൾ പുതിയ പേപ്പർ ഇട്ടുണ്ട്. ഓക്കെ. AC ഒക്കെ നല്ല ചിൽഡ് AC വർക്കിംഗ് ആണ്. വണ്ടിക്ക് വേറെ അപാകതകളൊന്നും ഇല്ല, റീപ്ലേസ്മെന്റും ഇല്ലാട്ടാ, ഒന്നും മാറിയില്ല. ടയറൊക്കെ മെക്കാനിക് ഒക്കെ ഫുൾ ആണ്. മെക്കാനിക്കും നിങ്ങൾ ഒന്നും കൊണ്ടുപോയി ഒന്നും ചെയ്യേണ്ടി വരില്ല. ഫ്രണ്ടില് പ്ലാറ്റ്ഫോമിന്റെ ഒരു ചെറിയൊരു തുരുമ്പുണ്ടെങ്കിൽ കൊണ്ടുപോയി ശരിയാക്കാൻ പറ്റുമോ? ഓക്കെ. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങള്? വേറെ ഒന്നുമില്ല. എത്ര ഇത് ആസ്ക് ചെയ്യണേ? 60 രൂപ കൊടുക്കാം. 60 രൂപ കൊടുക്കാം. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ വീണ്ടും ഒരു സ്വിഫ്റ്റ് കാറാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഡീസൽ ആണ്, മോഡൽ കൂടിയ വണ്ടി അല്ല? എത്ര മോഡലാണ്? 2013 മോഡൽ. 13 മോഡലാണ്. ഓക്കെ. 2013 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 1,38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ, ജെന്യൂൻ കിലോമീറ്റർ ആണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓപ്ഷൻ തന്നെ VDI ഓപ്ഷൻ വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, 2013 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. തട്ടുമുട്ട് ഇടികുത്ത് കാര്യങ്ങളൊന്നുമില്ല. 3.5 ലക്ഷം രൂപ നമ്മളല്ല ആസ്ക് ചെയ്യുന്നത്. കുറച്ച് കൊടുക്കും, എന്തെങ്കിലും ചെറുമാതിരി കുറച്ച് കൊടുക്കല. മാക്സിമം ലോൺ ഒക്കെ എത്ര ചെയ്യാൻ പറ്റും? 3 ലക്ഷം രൂപ അടുപ്പിച്ച് ലോൺ കൊടുക്കല. ഓക്കെ. വണ്ടി മിയമേ ഒന്നും ചെയ്യാൻ. നല്ലൊരു കിരുമത്തിന്റെ വാഗനർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2018 മോഡൽ വണ്ടി. 18 വണ്ടി. 65,000 കിലോമീറ്റർ ഓടിയുണ്ട്. വെറും 65,000 ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണർഷിപ്പ്. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല കിണ്ണം പോലത്തെ വണ്ടി. അതെ, ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഓടാനുള്ള ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് പുതിയ. ഇത് ഓപ്ഷൻ ഏതാ? LXI ഉണ്ട് അല്ലേ? ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നീറ്റ് ആണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. 18 വണ്ടിയാണ്. മാക്സിമം ഫുള്ള് ലോണും ചെയ്യാം. മാക്സിമം ലോൺ ചെയ്തു. എത്ര ആസ്ക് ചെയ്യണേ? 3.5 ലക്ഷം രൂപ നമ്മളെ പ്രൈസ് വരുന്നത്. 3.5 ആസ്ക് ചെയ്യുന്ന ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ആവിഷ്കാരം വിളിച്ചോട്ടെ അല്ലേ? ഇവിടെ ഒരു ആൾട്ടോ 800, അതും ഈ ലോ കിലോമീറ്റർ വണ്ടി.
അതായത് ഒരു ആൾട്ടോ 800 നോക്കുന്ന ആൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കിടിലം വണ്ടി അല്ല. പൈസ നോക്കിയിട്ട് കാര്യമില്ല, എന്താ വെച്ചാല് വണ്ടി ക്വാളിറ്റി ആണ്. വണ്ടി ക്വാളിറ്റി, ലോ കിലോമീറ്റർ ഓണർഷിപ്പ്. അതെ. എത്ര മോഡലായിരുന്നു? 2015 വണ്ടി. വണ്ടി ഓടിയുള്ള 50,000 കിലോമീറ്റർ ആണ്. 51,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ് ആയിട്ട് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല അടിപൊളി ടയേഴ്സ് ആണ്. ഇന്റീരിയർ ആയാലും നല്ല നീറ്റ് ആണ്. എക്സ്റ്റീരിയർ ആയാലും ബോഡിമേ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓടിക്കുക. അതെ. എത്ര 2,25,000 കൊടുക്കാം. മാക്സിമം ലോൺ ഒക്കെ എത്ര 1.25, 1.5, 1.60 അങ്ങനെ ലോൺ ചെയ്യല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കിക്കോ. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാറാണ്, ഒരു ജനപ്രിയ വണ്ടി. ഇത് ഡീസലാ പെട്രോളാ? ഡീസൽ VDI. VDI ആണ് അല്ലെ? ടൈപ്പ് 1 അല്ലേ? ടൈപ്പ് 1 2010 മോഡൽ. 10 വണ്ടി. എത്ര വരെ പുതിയ പേപ്പർ എടുത്തിക്കണം? 2030 വരെ പേപ്പർ ഉണ്ടാവും. 5 കൊല്ലത്ത് പുതിയ പേപ്പർ. 5 കൊല്ലത്ത് പുതിയ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും. എടുത്തു കൊടുക്കും അല്ലെ? ഓക്കെ. എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ? ഇത് 2010 മോഡൽ വണ്ടി, 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പുതിയ പേപ്പർ എടുത്തിട്ട് 2 ലക്ഷം റുപ്യ കൊടുക്കും. 2 ലക്ഷം റുപ്യ കൊടുക്കാം പുതിയ പേപ്പർ എടുത്തിട്ട്. അലോയ് വീൽസ് ഉണ്ട്, എക്സ്ട്രാ ഫിറ്റ് അലോയ്സ് കയറിയിട്ടുണ്ട്, അതുപോലെ സ്പോയിലർ കയറിയിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ആൻഡ്രോയിഡാ? നോർമൽ സ്റ്റീരിയോ. 69 ഫാൻസി നമ്പർ. നല്ല ഫാൻസി നമ്പർ ആണ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ക്രാക്ക് ഉണ്ട്, നമ്മൾ മാറ്റി പുതിയത് കൊടുക്കും. ഒറിജിനൽ ഗ്ലാസ് ആണ്, ക്രാക്ക് ഉള്ളതാണ് അല്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടെ. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ്. ഇവിടെ വീണ്ടും ചെറിയ ബഡ്ജറ്റിൽ ഒരു വണ്ടി. എങ്ങനെ ഇത് ഏതായിരുന്നു? ഡാറ്റ്സൺ അല്ലേ? ഗോ ആണ്. ഓക്കെ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങള്? 2014 വണ്ടി, 80,000 കിലോമീറ്റർ. എത്ര? 80,000 കിലോമീറ്റർ. ഓട്ടം വില കൂടുതലൊന്നല്ല. 80,000 ഓടിയിട്ടുള്ളൂ. 80,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ട്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്കാ? മാനുവൽ വണ്ടി അല്ലേ? എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഒരു 1.40 കൊടുക്കാം. 1.40 കൊടുക്കാം അല്ലേ? ലോൺ കിട്ടുമോ ഇതിന്? പിന്നെ 1 ലക്ഷം രൂപ മേലെ ലോൺ കിട്ടും. ലോൺ കിട്ടും. ചില്ലറ പൈസ ഇറക്കി കൊണ്ടുപോകാം അല്ലേ? ഓക്കെ. അപ്പൊ വേണം വിളിച്ചോ. നല്ല ഖീദമത്തിന്റെ ഒരു പെട്ടി പീസ് ഇന്നോവ കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ ബ്രോ? അതെ, ക്വാളിറ്റി വണ്ടി. എങ്ങനെയായിരുന്നു മോഡല്? 2015 വണ്ടി. 15 മോഡൽ ഉണ്ട്. ഓക്കെ. ടൈപ്പ് 4 കമ്പനി വരുന്ന വണ്ടിയാണ്. G4 ആണ് ഓപ്ഷൻ. G4 ആണ്. ഓക്കെ. എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റ് കയറിയാ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് പറയാൻ സ്റ്റീരിയോ അങ്ങനത്തെ ഉള്ളൂ. അങ്ങനത്തെ ഉള്ളൂ അല്ലേ? ഇത് മെയിൻ ഗ്ലാസ് ഇവിടെ പൊട്ടിയിട്ടുണ്ടല്ലോ. ഒറിജിനൽ ഗ്ലാസ് ആയിട്ട് 2015 വന്ന ഒറിജിനൽ ഗ്ലാസ്. ഇത് നമ്പർ ആയ വണ്ടിയല്ലേ? അതെ. പക്ഷെ മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ചെയ്യാണ്ട് വെച്ചുള്ള നമ്മൾ മാറ്റി കൊടുക്കും. ഒറിജിനൽ ഗ്ലാസ് ആയതുകൊണ്ട് അങ്ങനെ നിർത്തിയത്. എന്തായാലും ഈ ക്രാക്ക് എന്തായാലും ഒറിജിനൽ ഗ്ലാസിന്റെ ആണ്. അത് മാറ്റിയാൽ മതി. പുതിയ ഗ്ലാസ് ഇട്ട് തരും. പക്ഷെ സാധനം റീപ്ലേസ്മെന്റ് ഇല്ല. വേറെ മാറിയിട്ടില്ല. ഓട്ടൊക്കെ എത്ര ഉള്ളത്? ഇത് നമുക്ക് 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. എല്ലാ സർവീസ് ഉണ്ട്. ഹിസ്റ്ററി നമുക്ക് കൊടുക്കാം. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി. നല്ല കിടുക്കാച്ചു വണ്ടി. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി നമ്പർ അല്ലേ? പിന്നെ പൊന്നാനി രജിസ്റ്റേർഡ് ആയിട്ട് 64 എത്രക്ക് ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് 8,35,000 ഫൈനൽ കൊടുക്കാം. 2015 G4 ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടാ. ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ബെൻസിന്റെ വണ്ടിയാണ്. ഏതായിരുന്നു ഇത്? ഇത് 2011 മോഡൽ E350. E350 അല്ലേ? എങ്ങനെ ഇത് നമ്പർ? കർണാടക നമ്പർ. കർണാടക പ്രൈവറ്റ് വണ്ടിയാണ്. പ്രൈവറ്റ് വണ്ടിയാണ്. ഓക്കെ. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഡീസൽ ഓട്ടോമാറ്റിക് സൺറൂഫ് ഉള്ള വണ്ടിയാണ്. മോഡല് 2011 മോഡല്. 2011 മോഡല് ഫുൾ ലോഡ് വണ്ടിയാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ ലോഡ് വണ്ടി അല്ലേ? ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് അല്ല? ഒരു 15 ഒക്കെ മൈലേജും കിട്ടും. അത്യാവശ്യം മൈലേജ് കൂടുതലൊക്കെ കിട്ടും. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു 5,40,000 കൊടുക്കാം. 5,40,000 കൊടുക്കല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കിക്കോ. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി, അതും ഒരു നയാ പൈസ ഇല്ലാതെ ഫുള്ളി ലോണിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം. ഹോണ്ടന്റെ അമേസാണ് കേട്ടാ നിങ്ങൾ കാണിക്കുന്നത്. അതും മോഡൽ കൂടിയ വണ്ടി അല്ലെ? എത്രയായിരുന്നു മോഡൽ? 2017 മോഡൽ വണ്ടി. ഓക്കെ. 1.5 ലക്ഷം കിലോമീറ്റർ ആയിട്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് പറഞ്ഞ സാധനം വണ്ടിമല്ല. ഫുൾ ഓപ്ഷൻ വണ്ടി. അതായത് അലോയിൽ ഇതിന് SX എന്നുള്ള വേരിയന്റിലേക്ക് വണ്ടിയാണ്. ഓക്കെ. എല്ലാ സെറ്റപ്പ് ഉണ്ട്. അത് വേറെ റീപ്ലേസ് ഒന്നുമില്ല. ക്യാഷ് ബാക്ക് പൈസ അങ്ങോട്ട് കൊടുക്കാം. എത്ര ഇത് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? 4,25,000 ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാം. 17 ഡീസൽ വണ്ടി 4,25,000 മൂപ്പര് ചോദിച്ചിരുന്നത്. 14 വണ്ടിയുടെ വില നമ്മൾ പറഞ്ഞിട്ടുള്ളൂ.
4,25,000 നമ്മൾ ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കും. ഫുള്ള് ലോൺ തരും കേട്ടോ. ഡീസലിൽ 20 കിലോമീറ്റർ മൈലേജ് കിട്ടും, നല്ല ബൂട്ട് സ്പേസ്, ഡ്രൈവിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ഉള്ള ഒരു വാഹനം അല്ല. ഡിസൈർ ആണ് നിങ്ങളെ കാണിക്കുന്നത്, അതും ഡീസൽ. എങ്ങനെയായിരുന്നു മോഡല്? 2012 മോഡല്, 2012 ലാസ്റ്റ് വണ്ടിയാണ്. 2012 മോഡല്, സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കണേ, ഒരേ ഒരു ഓണർ, ഒറ്റ ഓണർ, ഒന്നും വേണ്ട, ഒരു സാധനം ഹൈ ക്വാളിറ്റി ആണ്. അത്ര ഹൈ റീപ്ലേസ് ഒന്നുമില്ല, ഒന്നും മാറിയിട്ടില്ല. എത്ര ഓടിയിട്ടുള്ളത്? 98,000 കിലോമീറ്റർ ആകായിട്ടുള്ളൂ. ഒന്നിന്റെ ഉള്ളിൽ ഓടിയ ഹൈ ക്വാളിറ്റി വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി, കണ്ണു പൂട്ടി എടുക്കല. ഒരു റീപ്ലേസ്മെന്റ്, ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉണ്ട് ഇതുവരെ. ടയേഴ്സ് ഒക്കെ കടുംപൂത്തൻ ടയറുകളാണ്, എക്സ്ട്രാ അലോയിൽ കയറിയുണ്ട്, ഇന്റീരിയറിൽ സ്റ്റീരിയോ ഉണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി, ഒന്നും കൊണ്ടയങ്ങളൊന്നും ചെയ്യേണ്ട, എണ്ണ അടിച്ച് ഓടിയാൽ നീറ്റ് ആൻഡ് ക്ലീൻ. എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് 3,45,000 നമുക്ക് ഫൈനൽ വേണം. 2012 സിംഗിൾ ഓണർഷിപ്പില് 1,00,000 കിലോമീറ്ററിൽ താഴെ ഓടിയ വണ്ടി, കറക്റ്റ് കമ്പനി സർവീസ്, ഒരു ക്വാർട്ടർ ഗ്ലാസ്സിൽ പോലും റീപ്ലേസ്മെന്റ് ഇല്ലാത്ത, ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും മാറാത്ത സൂപ്പർ ഹൈ ക്വാളിറ്റി വണ്ടി. ലോൺ നമുക്ക് ഏകദേശം ഒരു 2.5-3 ഇടയിലായിട്ട് ചെയ്ത് കൊടുക്കും അല്ലെ. നല്ല ക്വാളിറ്റി വണ്ടി ആയതുകൊണ്ടാണ് മൂപ്പര് ആ വില ചോദിക്കുന്നത്. അല്ല, എന്തെങ്കിലും കച്ചവടത്തിന്റെ രീതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, ചെറുതെന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പൊ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വരിക കേട്ടോ. ഈ ഡിസൈറിനോട് ഭ്രാന്തുള്ള ആള് ഇതേ വിലയിൽ തന്നെ നമ്മളതിൽ വേറെ വണ്ടി ഉണ്ട്, 14 വണ്ടി ഉണ്ട്, 13 വണ്ടി ഉണ്ട്, 3,500 രൂപയ്ക്ക് അത് തരാം. ഓണർഷിപ്പ് കൂടിയുണ്ട്, കിലോമീറ്റർ ലേശം കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ. അതെയാ, ഓക്കെ. വണ്ടിയൊക്കെ ഹൈ ക്വാളിറ്റി തന്നെ. ആ വണ്ടിക്ക് നമ്മൾ വാറന്റി കൊടുക്കും, ഈ വണ്ടിക്ക് നമ്മൾ വാറന്റി കൊടുക്കും. അതെ. ഇരുപത്തിന്റെ ഒരു പെട്ടി പീസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്, 1.2 ആണ് കേട്ടോ. ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള വാഗണർ, അതും ഫുള്ള് ലോൺ കൊടുക്കല. ഫുള്ള് ലോൺ നമുക്ക് മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. ഓട്ടം കുറവുണ്ട്. എങ്ങനെയായിരുന്നു ബ്രോ മോഡല്? 2022 മോഡൽ വണ്ടി. ഓക്കെ. VXI ഓപ്ഷനിലാണ് വണ്ടി വരുന്നത്. ഓക്കെ. പിന്നെ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പില്, പെട്ടി പീസ് അല്ല. ഒരു ആക്സിഡന്റ് റീപ്ലേസ് ക്ലെയിം കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല അടിപൊളി വണ്ടി, നല്ല നീറ്റ് വണ്ടി. ഇന്റീരിയറിലാണെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്, സീറ്റ് കവർ, സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. എല്ലാം കയറിയിട്ടുണ്ട്. കൊണ്ടുപോയിട്ട് ഒരു ഉറുപ്പിക ചെലവാക്കാനില്ല. എണ്ണടിക്ക് ഓടിക്കും. 1.2 ആണ്. 1.2. ഓക്കെ. എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? നമുക്ക് ഫൈനലായിട്ട് 5,90,000 രൂപ കൊടുക്കാം. 5,90,000 കൊടുക്കാം. 5,90,000 മാക്സിമം ഫുള്ളി ലോൺ ചെയ്യാം. നമുക്ക് ഏകദേശം 5.5 ലക്ഷം രൂപയുടെ മേലെ ലോൺ ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പൊ ആവശ്യക്കാർ വന്നോട്ടെ. നല്ല കിണ്ണം പോലത്തെ ഒരു ഇറ്റിയോസ് ലിവ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, എങ്ങനെയായിരുന്നു മോഡല്? 2014 മോഡൽ വണ്ടി. ഡ്യുവൽ ടോൺ ആക്കിയുള്ള വണ്ടിയാണ്. ന്യൂ ടൈപ്പിക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് വൈപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അലോയ്സ് പുതിയത് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല കിരുമത്തിന്റെ അലോയ്സ്, 4 കട്ടുപുത്തൻ ടയർ, 100 കിലോമീറ്റർ വേദിയില്ല. 4 പുത്തൻ ടയർ അല്ല, ഒരു 30-40,000 കിലോമീറ്റർ ഓടാ. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇന്റീരിയറിൽ സ്റ്റീരിയോ കയറിയുണ്ട്, സീറ്റ് കവർ ഉണ്ട്, പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ട്. അത്യാവശ്യം ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എല്ലാം കൊണ്ട് തികഞ്ഞ വണ്ടി. 1,47,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണർഷിപ്പ്. ഡീസൽ ആണ്. ഓപ്ഷൻ വരുന്നത് GD ആണ്. ഓക്കെ. വണ്ടി വേറെ മേജർ ആക്സിഡന്റ് ഒരു കുറ്റം പറയില്ല, അത് ഉറപ്പ്. ഈ വണ്ടിക്ക് വേണ്ടിട്ട് ആരെങ്കിലും കാണാൻ വന്നാലും എടുത്തു പോകും. അത്രക്ക് പക്ക വണ്ടി. ഓക്കെ. എത്രക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഫൈനലായിട്ട് ഒറ്റ വില പറയുള്ളൂ. 3,85,000 രൂപ കൊടുക്കാം. 3,85,000 രൂപ നമ്മളെ കയ്യിൽ കിട്ടേണ്ട ഫൈനൽ പ്രൈസ് ആണ്. ലോൺ എത്ര ചെയ്യാം? ലോൺ നമുക്ക് ഒരു 2.5 ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പൊ ആവശ്യക്കാര് വിളിച്ചോട്ടെ. 2014 വണ്ടി കേട്ടോ. 14 വണ്ടി. കളർ തന്നെ കണ്ടെങ്കിൽ ആരെങ്കിലും എടുത്തു പോകും. എന്തോ ഒരു ലുക്കാണ് ഈ കളർ തന്നെ കൊടുക്കണോ പൈസ? ഈ റിഡ്സ് കാറാണ്, ഡീസൽ ആണ്. എങ്ങനെയാണ് ബ്രോ മോഡല്? 2015 മോഡൽ വണ്ടി. 1,32,000 കിലോമീറ്റർ ഓടിയുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് ചോക്ലേറ്റ് കളറ്, പിന്നെ റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം ഓണുള്ള ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് ഫുൾ കവർ നമ്മൾ പുതിയ എടുത്ത് കൊടുക്കും. വണ്ടിമേ ഒരു മൈനസ് പറയാനില്ല. നല്ല നീറ്റ് വണ്ടിയല്ല. എത്രക്ക് ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് ഫൈനലായിട്ട് 3,45,000 രൂപ കൊടുക്കാം. ഫൈനൽ റേറ്റ് ആണ് 3,45,000 രൂപ നമുക്ക് തരാം. മാക്സിമം ലോണ് 3 രൂപയുടെ മേലെ ലോൺ തന്നെ ചെയ്ത് കൊടുക്കും. 3 രൂപ മേലെ കയറും അല്ലെ? ഓക്കെ. അലുവക്കണ്ടം പോലത്തെ ഫാൻസി നമ്പർ ആണ് വരുന്നത്. ഒരു ഡിസൈർ ആണ്, ഡീസൽ ആണ്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? 2013 വണ്ടി. 1,17,000 സംതിങ് കിലോമീറ്റർ ഓടിയുണ്ട്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടയർ 4 പുതിയതാണ്. ഇൻഷുറൻസ് ഫുൾ കവർ നമ്മൾ പുതിയത് കൊടുക്കും. പിന്നെ ഫാൻസി നമ്പർ ആണ്, അതിനൊന്നും പൈസ തരണ്ട. പിന്നെ ഇന്റീരിയറിലാണെങ്കിൽ സീറ്റ് കവർ കുഴപ്പമില്ല. സ്റ്റീരിയോ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല വണ്ടിയാ.
ക്വാളിറ്റി മിയാമിയാ ആ പക്കല്ലേ പക്ക. ഓക്കെ കണിജിമിറ്റ് എടുക്കാൻ പറ്റുമോ? പിന്നെ ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്കെ എത്ര ആസ്കീനെ? ഇത് നമുക്ക് 3,35,000 രൂപ കൊടുക്കാം. 2013 മോഡൽ ഡിസൈർ VDI ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ മേലെ ലോണും കൊടുക്കാം. ഓക്കെ ഡീസലില് 20 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒറിജിനൽ കേരള വണ്ടി ടൊയോറ്റന്റെ ഇറ്റിയോസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2012 മോഡല് ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ 1,40,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഫുള്ള് ടൊയോട്ടയിൽ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി അല്ല. രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. വണ്ടിക്ക് ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഒരു വാട്ടർ ഗ്ലാസ് പോലും വണ്ടി റീപ്ലേസ് ആയിട്ടില്ല. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഓടാനുള്ള ടയേഴ്സ് ഒരു 75% ഉള്ള ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് ഫുൾ കവർ ഉണ്ട്. ഓക്കെ എടുക്കുന്ന ആൾക്ക് ഒരു ടെൻഷൻ വേണ്ട, എല്ലാം കൊണ്ട് തികഞ്ഞ വണ്ടി. എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 3,40,000 രൂപ കൊടുക്കും. 3,40,000 കൊടുക്കാം. ഓക്കെ ലോണൊക്കെ കിട്ടൂലേ? ലോണൊക്കെ നമുക്ക് അത്യാവശ്യം ലോണൊക്കെ കയറ്റി കൊടുക്കാം. നല്ല കിരുമത്തിന്റെ ഫാൻസി നമ്പർ 1ാം നമ്പർ വണ്ടിയാണ് കേട്ടോ. ഫോർച്യൂണർ ആണ്. ലെക്സസിന്റെ കിറ്റ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ വണ്ടിയാണ്. ബ്രോ എങ്ങനെയായിരുന്നു ഇത് മോഡല്? 2018 മോഡൽ വണ്ടി. ഫോർച്യൂണർ. അതെ മാനുവൽ 2 വീൽ ഡ്രൈവ് ആണ്. ഓക്കെ ഓട്ടം എത്രയുണ്ട്? 1,19,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഒന്നിന് 5 ലക്ഷം രൂപ കൊടുത്തിട്ടാ. ഈ 1ാം നമ്പറിന് 5 ലക്ഷം രൂപ ഒറിജിനൽ ലെക്സസിന്റെ കിറ്റ് കമ്പനിന്ന് കയറ്റിയാണ്. കമ്പനി ടൊയോറ്റന്റെ ഷോറൂമിൽ നിന്ന് കിറ്റിയല്ല. ഓക്കെ വണ്ടി എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു ഉറുപ്പയുടെ പണി പെൻഡിങ് ഇല്ല. ഹൈ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി. ഏകദേശം എത്ര രൂപയുടെ മേലെ 10 ലക്ഷം രൂപയുടെ മേലുള്ള ഫിറ്റിംഗ് ഉണ്ട്. ഇതിലുണ്ട്. ഓക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട്. എത്രക്ക് ചെയ്യാൻ പറ്റും? ഫൈനലായിട്ട് നമുക്ക് 28 ലക്ഷം രൂപ കൊടുക്കാം. 28 രൂപ കൊടുക്കാം. ഓക്കെ അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. മീറ്റ് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഊണ്ടയിന്റെ ക്രെട്ടയാണ്. പെട്രോൾ വണ്ടി അല്ലേ ബ്രോ? പെട്രോൾ വണ്ടി 1.6 പെട്രോൾ. 1.6 പെട്രോൾ. പറഞ്ഞോളി. 2019 വണ്ടി. 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. എല്ലാ 10,000-ലും കമ്പനി സർവീസ് ഹിസ്റ്ററി നമ്മളതിലുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ 1.6 പെട്രോൾ എഞ്ചിനാണ് വണ്ടി. നല്ല നീറ്റ് വണ്ടി, വേരിയന്റിൽ വണ്ടി. കണ്ണും പൂട്ടിയിട്ട് എടുക്കാം. അതെ അത്രയ്ക്ക് പക്ക. എല്ലാ ഫീച്ചേഴ്സും അതിൽ വരുന്നുണ്ട്. ഈ സൺറൂഫ് അല്ലാത്ത എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. എത്രയാണ് ആസ്കീനെ? ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. 7,60,000 രൂപ നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ ആണ് ചെയ്ത് കൊടുക്കാം. 7,60,000 കൊടുക്കാം. അതും ഫുള്ള് ലോണിൽ കൊടുക്കാം. ഒരു നയ പൈസ വേണ്ട. നല്ല കിതുമത്തിന്റെ ഒരു പെട്ടി പീസ് ടൊയോറ്റന്റെ അർബൻ ക്രൂസർ ആണ്. അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. എത്ര ഓടിയിട്ടുള്ളത്? 28,000 കിലോ. വെറും 28,000 കിലോമീറ്റർ ഓടിയ ഒരു ഷോറൂം കണ്ടീഷനുള്ള പീസ്. എത്ര മോഡലായിരുന്നു? 2020 വണ്ടി. 2020 അർബൻ ക്രൂസർ ഹൈ 80 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഓക്കെ മിഡിലാ ഫുള്ളാണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? എല്ലാ സെറ്റും വരുന്നുണ്ട്. അതെ. ഓക്കെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഓടാനുള്ള അടിപൊളി ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് ഫുൾ കവർ അല്ല, B2B ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ്. ഇപ്പൊ ഞാൻ 2ാമത്തെ ഓണറാണ്. നിങ്ങളാണ് 2ാമത്തെ ഓണർ? രണ്ടാമത്തെ ഓണർ എന്ത് പറഞ്ഞാലും കിട്ടുന്നില്ല. പിന്നെ നമ്മളെന്താ അതെ അങ്ങനെ മാറിയതാണ്. 2ാമത്തെ ഓണർഷിപ്പ് 28,000 കിലോമീറ്റർ കമ്പനിയിൽ ഹിസ്റ്ററി ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഇന്റീരിയർ എക്സ്ട്രാ നീറ്റ് ആണ്. പിന്നെ അത്യാവശ്യം ഫിറ്റിംഗ് ഉണ്ട്. സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ, പിന്നെ അലോയ്സ്, ബാക്ക് വൈപ്പർ എല്ലാ സാധനങ്ങളും. എത്ര ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമുക്ക് ഫൈനലായിട്ട് 9,50,000 രൂപ കൊടുക്കാം. ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ. ഒരു പൈസ വേണ്ട. 2020 മോഡൽ 28,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് അർബൻ ക്രൂസർ.